ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. വീട്ടിലെപ്പോഴും അച്ഛൻ പറയുമായിരുന്നു, കഴിവുകളെ എത്ര വലിയ താഴിട്ട് പൂട്ടി വെക്കാനും പറ്റില്ല, കൃത്യസമയത്ത് അത് പുറത്തിറങ്ങുമെന്ന്. കൽപ്പനെ, നീ എണീറ്റോ? ഞാൻ കുറച്ചുനേരമായി വന്നിട്ട് നിന്നെ കാത്തു നിൽക്കുമായിരുന്നു. ചെറിയമേ, ഇനി ചെന്ന് അവളുടെ മുറി തുറക്കാം. അല്ലെങ്കിൽ ഇനി അവളെ പുറത്തുനിന്ന് പൂട്ടിയതിന് പുതിയ സംസാരം എന്തെങ്കിലും ഉണ്ടാവും. വാ. ഇത്രയും നേരം എന്തായാലും അവള് പുറത്തിറങ്ങിയിട്ടില്ല. ഇനി അവൾ ഇറങ്ങിക്കോളും. ആ, ഇനി നേരം വെളുത്തല്ലോ. അവൾ അടുക്കളയിലേക്ക് വന്നാലും നമുക്ക് കൈയോടെ പിടികൂടാം. ചേച്ചിയെ കൂട്ടാതെ പ്രിയങ്ക ചെയ്ത പാചകം കുറച്ചു കഴിയുമ്പോ കഴിക്കുമല്ലോ. അപ്പൊ നമുക്കറിയാം ആറ്റുവാശ്ശേരി ദേവനാരായണൻ തിരുമേനിയുടെ തോൽവിയുടെ സുഖം. നീ ചെന്ന് കുളിച്ച് ഒരുങ്ങാൻ നോക്ക്. മുത്തശ്ശി വരുമ്പോ മാലയിടേണ്ടതല്ലേ? നീ എന്താ കൽപ്പന വൈകിയത്? ഒരു മത്സരം ആവുമ്പോ ഫലപ്രഖ്യാപനത്തിന് ഒരു എതിരാളി ഉണ്ടായില്ലേ പറ്റൂ. എനിക്ക് നിങ്ങളെയൊക്കെ നല്ല വിശ്വാസ. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. അല്ല, എന്തു പറ്റി? ആരും ഒന്നും കഴിച്ചില്ലേ? ഇല്ല, തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. നിങ്ങൾ ഇരിക്കേ. അപ്പൊ മുത്തശ്ശി, ഇതോടുകൂടി നമ്മുടെ മത്സരം തീരുകയല്ലേ? അതെ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് വിജയെ പ്രഖ്യാപിച്ച് സമ്മാനം കൊടുക്കാം. ഓഹോ, എനിക്ക് തോന്നുന്നു ആരെങ്കിലും ഒരാള് ഭക്ഷണം കഴിച്ച് നോക്കിയിട്ട് സമ്മാനം കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതെന്താ? അല്ല, പ്രിയങ്ക ഉണ്ടാക്കിയ ഭക്ഷണമല്ലേ, കഴിച്ചു കഴിഞ്ഞിട്ട് എല്ലാരും ഈ അവസ്ഥയിൽ തന്നെ ആവണമെന്ന് നിർബന്ധമില്ലല്ലോ. ഏട്ടത്തി, എനിക്ക് പറ്റുന്ന പോലെ ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട്. മത്സരത്തിൽ എന്ത് റിസൾട്ട് വന്നാലും ഞാനത് സഹിക്കാൻ തയ്യാറാ. നിങ്ങൾ പറഞ്ഞു മത്സരിക്കാതെ വിളമ്പാൻ നോക്ക്. എന്തായാലും ആദ്യം ഞാൻ തന്നെ കഴിച്ചു നോക്കാം. വിളമ്പിക്കാം. എന്താ രണ്ടുപേരൊന്നും മിണ്ടാത്തെ? അല്ല, കഴിച്ചു കഴിഞ്ഞൊരു അഭിപ്രായം പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങക്ക് കഴിച്ചു തുടങ്ങായിരുന്നു. ഓ, അവിടുന്ന് പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നും പ്രതീക്ഷിക്കണ്ട. നീ കഴിക്കാൻ നോക്ക്. ആ,
ഗംഭീരായിട്ടുണ്ട്. കഴിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഭക്ഷണം കഴിക്കണം. പ്രിയങ്ക മോളെ, കഴിഞ്ഞ ദിവസത്തെ ഭക്ഷണം മോശമായപ്പോ ഞാൻ കരുതി മോളെ കൊണ്ട് ഈ ഒരു കാര്യത്തിന് കഴിയില്ലെന്ന്. പക്ഷേ മോളുടെ കഠിനാധ്വാനത്തിന് ഫലമുണ്ടായി. ഭക്ഷണം കെങ്കേമം. വെളുപ്പിനെ എഴുന്നേറ്റതാ മോള്. ഓരോന്നുണ്ടാക്കി പിന്നെയും ഓരോന്ന് മാറ്റിയും മറിച്ചുമൊക്കെ ലക്ഷ്യം സാധിച്ചല്ലോ. അത് വീട്ടിലെപ്പോഴും അച്ഛൻ പറയുമായിരുന്നു, കഴിവുകളെ എത്ര വലിയ താഴിട്ട് പൂട്ടി വെക്കാനും പറ്റില്ല, കൃത്യസമയത്ത് അത് പുറത്തിറങ്ങുമെന്ന്. വരുൺ, എന്താ നിന്റെ അഭിപ്രായം? ആ, ഇത് നന്നാവുമെന്ന് എനിക്കറിയാമെന്ന് വെച്ചാ. കാരണം അത് ഉണ്ടാക്കിയത് എന്റെ പെണ്ണല്ലേ. ആഹാ, അപ്പൊ പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് മത്സരത്തിന്റെ വിധി പ്രഖ്യാപിക്കാം. എന്താ? ഈ മത്സരം കൊണ്ടുണ്ടായ ഗുണം ഈ വീട്ടിലേക്ക് കയറി വന്ന 2 പെൺകുട്ടികളും വീട് പരിപാലിക്കാനും അടുക്കളയിൽ കയറാൻ പഠിച്ചു എന്നതുമാണ്. ഈ മത്സരത്തില് എന്താ സംഭവിച്ചെന്ന് എല്ലാവരും ഒരുപോലെ കണ്ടതാ. അതുകൊണ്ട് സംശയമൊന്നുമില്ലാതെ പറയാം, മത്സരത്തിൽ ജയിച്ചത് പ്രിയങ്ക. കൺഗ്രാറ്റുലേഷൻസ് മോളെ. താങ്ക്സ് അച്ഛാ. ഏയ് കൽപ്പന, ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഒക്കെ കാണിക്കണം. തോറ്റാലും ജയിച്ചാലും ഒരു മാന്യതയുണ്ട് അല്ലേ? ആ